നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാനൊരു ചെറിയ സ്മോൾ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ്, പ്ലസ് അവിടെ ഞാൻ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് ഇടുമ്പോൾ നമ്മൾ ഓരോരുത്തരോട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ചോദിക്കുന്ന കാര്യത്തിന് ഞാൻ അധികം ഉത്തരം പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി അത് ഹെൽപ്ഫുള്ളും ആയിരിക്കും. സോ അങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പേ ഞാൻ തവണ വെക്കുന്നുള്ളൂ, ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ വാട്സാപ്പിൽ ഗ്രൂപ്പായിട്ട് നമ്മുടെ സെൽഫ് ലവ് ക്ലാസ് ഒക്കെ നടക്കാറുണ്ട്, ബട്ട് ഇതിങ്ങനെ പേഴ്സണലി ഇരുന്ന് സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെ ഞാൻ വയ്ക്കുന്ന ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഇത് തവണ നിങ്ങൾ ജോയിൻ ചെയ്യുന്നവർക്ക് 10 പേരെ ഞാൻ എടുക്കുന്നുള്ളൂ. എല്ലാവർക്കും സംസാരിക്കാൻ സമയം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ആൻഡ് നമ്മുടെ എത്ര നേരം എടുക്കും ഞാനും ഒരു അനലൈസിങ് എന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം തന്നെ അതിൻ്റെ നെക്സ്റ്റ് സെഷൻ തന്നെ ചിലപ്പോൾ ഞാൻ എല്ലാ വീക്കും വെക്കാനോ അല്ലെങ്കിൽ ഒരു 2 വീക്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെ എന്തെങ്കിലും എല്ലാ വീക്കെൻഡും നമുക്കൊരു അങ്ങനെ ചെറിയ ചെറിയ സെഷൻസ് ആയിട്ട് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ. ആൻഡ് ഫസ്റ്റ് സെഷനിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ ഒരു കാര്യമുണ്ട്. അത് എൻഡ് ഓഫ് ദ മീറ്റിംഗ് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യൂ. ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൂടി ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അതിനെ പറ്റിയിട്ട്. ഓക്കെ, അത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഞാൻ ചെറിയൊരു വീഡിയോ കൂടി വേണമെങ്കിൽ ഇടാം. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്കത് നമ്പറും ഒക്കെ കൊടുക്കാം. ഈ സെഷൻ അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് സെഷനിലേക്ക് നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവും, പേടിക്കണ്ട. ഓക്കെ, സോ ഞാനിത് കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ ദൈവം സഹായിച്ച് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഞാനിപ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക, ഫ്യൂച്ചർ പ്ലാനിങ് എനിക്ക് ഭയങ്കര പേടിയാണ്. 10 ദിവസത്തിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഒരു വേറൊന്നും കൊണ്ടല്ല, എന്താ ഇടയിൽ വരാമെന്നറിയില്ല. എന്തെങ്കിലും ഒരു തിരക്ക് വരും, വേറെ എന്തെങ്കിലും വരും, നമുക്ക് ലൈഫ് ഇസ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞ പോലെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ദൂരേക്കുള്ള പ്ലാനിങ് എനിക്ക് വലിയ ഇഷ്ടമല്ല. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, ഇപ്പോൾ എടുക്കുന്നത് ഇന്നിപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് ഈ റിലേഷൻഷിപ്പ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ആക്ച്വലി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് ഇത് കണ്ടിന്യൂ ആവുമോ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇത് മുന്നോട്ട് പോവുമോ? ഓക്കെ, എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, ഇതങ്ങനെ നിങ്ങളിത് എഴുതി വെച്ചത് അങ്ങനെ കല്ലിൽ കുത്തിയ പോലെ കണക്കാക്കൊന്നും വേണ്ട. സിറ്റുവേഷൻസ് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരും. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്നാലും നോക്കാം ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ്. ഓക്കെ, ആദ്യം ആ ഒരു ഫീലിങ്സ് എടുത്തിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, പേഴ്സൻ്റെ ഫീലിങ്സ് വരുന്നത് ഇന്ന് ഇപ്പോഴത്തെ എനർജിയിൽ എന്താ കിട്ടുന്നത്? നൈറ്റ് ഓഫ് സോഡ്സ് എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്. ഓക്കെ, 2 സോഡ്സ് ഉണ്ട് ഇവിടെ, 8 ഓഫ് സോഡ്സ് ഉണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, സ്റ്റക്കാണ്, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഇതിന് മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല എന്ന രീതി കാണുന്നുണ്ട്. അത് ആ സ്റ്റക്ക് എനർജി ഇവിടെ ഫാമിലി എനർജി വരുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്, എല്ലാവർക്കും അല്ല. ഓക്കെ, കുറച്ച് പേർക്ക് മറ്റുള്ളവർക്ക് ഫാമിലി തടസ്സം ഉണ്ടാവാം. ഓക്കെ, അതായത് ഫാമിലി അഗ്രി ചെയ്യുന്നില്ല, അങ്ങനത്തെ തടസ്സങ്ങൾ ഉണ്ടാവാം. നിങ്ങൾക്കൊരു മാരേജ് പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് മേ ബി ഫാമിലി പാരൻസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, റിലീജിയൻ വേറെ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ സ്റ്റക്കായിട്ട് സിറ്റുവേഷൻ ഒരു തടസ്സങ്ങളുണ്ട്. ഓക്കെ, പേഴ്സൺ തന്നെ പെട്ട് നിൽക്കുന്നതായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ മേ ബി ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അത് വിട്ട് വരാൻ അത്ര എളുപ്പമല്ല എന്ന ചിന്തയായിരിക്കാം. ഇവർക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല. ആരുടെ സൈഡ് നിൽക്കണം, പാരൻസ് പറയുന്നത് കേൾക്കണോ, നിങ്ങളുടെ കൂടെ നിൽക്കണോ, അങ്ങനെയൊക്കെയുള്ള ചില കൺഫ്യൂഷൻസ് കാണുന്നുണ്ട്. സോ യെസ്, വളരെ ഒരു സ്റ്റക്ക് എനർജി ഉണ്ട് ഇവിടെ. ഇൻ ആൻഡ് ഔട്ട് എനർജി കാണുന്നുണ്ട്. പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, സംസാരങ്ങൾ ഉണ്ടാവും, പക്ഷേ പലപ്പോഴും നിങ്ങൾക്കത് ഇൻ ആൻഡ് ഔട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതായത് വന്നാൽ തന്നെ സ്റ്റേബിളായിട്ട് കണക്ഷൻ മുന്നോട്ട് പോകാത്ത പോലെ നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാവും. സംസാരം ഉണ്ടാവും, ഇടയ്ക്ക് സംസാരം വരും. ഓക്കെ, സംസാരിക്കും. നിങ്ങൾ ആ സംസാരിക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അവർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ആണ് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഫാമിലി ഫീലിംഗ് ആണ് വരുന്നത്. നമ്മളൊരു അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് മാറി നിന്നാലും അവർ വീണ്ടും ഓടി വരും. ഓക്കെ, സോ അങ്ങനെ ഒരു എനർജി ഉണ്ട് ഇവിടെ. പക്ഷേ അത് സ്റ്റേബിൾ എനർജി അല്ല. അഗൈൻ അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അവർക്കൊരു ഉറച്ച തീരുമാനം എടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ മാരീഡ് ആയിരിക്കാം, ഇവിടെ ഫാമിലി, കുട്ടികൾ എന്നുള്ളത് കാണുന്നുണ്ട്. സോ ആ ഒരു എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ബട്ട് എന്നാലും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫീലിങ്സിൽ ഇവിടെ 6 ഓഫ് കപ്സ് എനർജിയാണ്, മിസ്സിങ് എനർജി ഉണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറയില്ലേ, ഒരു സ്നേഹത്തോടെ സമയങ്ങൾ വേണം, സംസാരിക്കണം, അങ്ങനെയൊക്കെ ഓർക്കുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്.
ഇവിടെ പേജ് ഓഫ് വൺസ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്. നിങ്ങളോട് മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി സംസാരിക്കണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. കാര്യങ്ങൾ പറയണം, ഓക്കെ, സംസാരിക്കണം, മെസ്സേജ് അയക്കണം എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ഫീലിങ്സിലുണ്ട് ഇവിടെ, സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് ഇവിടുത്തെ മെയിൻ എനർജി. അഗൈൻ മാരേജ് എനർജി ഉണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ലെങ്കിൽ നിങ്ങളോട് മാരേജ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് മേ ബി പക്ഷേ ഫാമിലി സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം. ബട്ട് ഫീലിങ്സിൽ യെസ്, നിങ്ങൾ ആക്ച്വലി ഏറ്റവും മെയിൻ എനർജി വന്ന ഫാമിലി എന്നുള്ളത് പറഞ്ഞത് നിങ്ങളുമായിട്ടും അവർ ശരിക്കും അങ്ങനെയാണ് അവർ കരുതുന്നത്. നിങ്ങളെ ഒരു ഫാമിലി എന്ന രീതിക്കാണ് കാണുന്നത്. റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളോടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മുന്നോട്ട് ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നോക്കാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റാം? ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വ്യൂവേഴ്സിന് എന്താ പ്രതീക്ഷിക്കാൻ പറ്റാം? 3 of Pentacles, 9 of Wands, Page of Cups, Emperor, 9 of Cups. ഓക്കെ, 2 of Pentacles ഉണ്ട്, പക്ഷേ ജഗ്ലിംഗ് വീണ്ടും ഉണ്ട്. ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആണെന്നാണ് കൂടുതലും വരുന്നത് ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ഹിഡൻ സീക്രട്ടായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് വെക്കുന്നതായിരിക്കാം. ഇപ്പോൾ ഫാമിലി അഗ്രി ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, സോ ആ ഒരു എനർജി ഉണ്ട് ഇവിടെ. സീക്രസി എന്ന രീതിക്ക് വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു അഗെയിൻ സ്പിരിച്വൽ കണക്ഷൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആക്ച്വലി നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഐ തിങ്ക് പറയുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പലപ്പോഴും. പക്ഷേ എന്നാൽ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയി പോവും, അതങ്ങനെയാണ്. ഓക്കെ, ഇവിടെ 3 of Pentacles, 9 of Wands. ഓക്കെ, 3 of Pentacles കാണുന്നത് എനിക്കിവിടെ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് പരസ്പരം കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ 9 of Wands നമ്മൾ ബ്ലോക്ക് കാണുന്നുണ്ട്. മേ ബി ബ്ലോക്ക് ചെയ്ത് പോയതായിരിക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ സംസാരം ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തന്നെ ഇപ്പോൾ ഒരു ചെറിയ അകൽച്ച എന്ന രീതിക്ക് ചിലപ്പോൾ ഉണ്ടാവും. പേഴ്സൺ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അവർ തുറന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ മേ ബി ഈവൻ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തും പോയി കാണും. പക്ഷെ അങ്ങനെ ഫൈറ്റിൻ്റെ എനർജി ഇവിടെ വന്നിട്ടില്ല എനിക്ക്. ബട്ട് മേ ബി കുറച്ച് പേർക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ പേഴ്സൺ ശ്രമിക്കും. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നുകൂടി കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ, ഒന്ന് പരസ്പരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ഉണ്ട്. പേജ് ഓഫ് കപ്സ് ആണ്, പേജ് ഓഫ് വാൻഡ്സും ഉണ്ട്. രണ്ടും പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരങ്ങൾ ഉണ്ടാവും. പേഴ്സൻ്റെ ഫീലിങ്സ് കുറച്ച് തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്ന രീതി കാണുന്നുണ്ട്. അവർ നിങ്ങളോട് ലോയലാണ് ശരിക്കും. ആക്ച്വലി ഇതിലും നമ്മൾ ഇവിടെ ഡോഗ് ഉണ്ട് എവിടെയോ. എനിക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോട്. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു ക്രഷ്, അല്ലെങ്കിൽ അങ്ങനെ അത്രയും ആ ഒരു ഇഷ്ടത്തോടെ കാണുന്ന ഒരു വ്യക്തി എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, ബട്ട് സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വരുന്ന നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ വരും, അത് വേറെ. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ, ഒരു സൂക്ഷിക്കുന്ന ഒരു സ്നേഹമായിട്ട് നമ്മൾ എടുക്കാം. ഓക്കെ, സോ അങ്ങനെ ഒരു എനർജി ഉണ്ട് അവർക്ക് നിങ്ങളോടൊരു വളരെ ഇന്നസെൻ്റ് ആയിട്ടൊരു സ്നേഹം എന്ന രീതിക്ക് അവർക്കുണ്ട്. ഫീലിങ്സ് എല്ലാം ഉണ്ട് അവർക്ക്. ഓക്കെ, ബട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഈഗോ വെച്ചിട്ട് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി. ഇതിപ്പോൾ മാരീഡ് എനർജി നമ്മൾ പറയും. സോ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും അവർക്കൊരു എനിക്ക് എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ വീട്ടിൻ്റെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ജോലിയുടെ ആയിരിക്കാം, ഫാമിലിയുടെ ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ കുറച്ച് ഈഗോ ആയിരിക്കാം, ഈഗോ കൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കാം. ഫ്യൂച്ചറിലേക്ക് പക്ഷേ എനിക്ക് കാണുന്ന പേഴ്സൺ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിനെ എടുക്കുമെന്നാണ്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതൊരു എനർജി എടുക്കുമ്പോൾ എംപറർ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ക്യാരക്ടർ, അതായത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുക, ഒരു കാര്യങ്ങളെ നമ്മൾ റെസ്പോൺസിബിലിറ്റി, എൻ്റെ കടമകൾ ഞാൻ ചെയ്യണം എന്ന രീതിക്ക് എടുക്കുന്ന. അപ്പോൾ അങ്ങനെ മേ ബി ഈ ഒരു ബന്ധത്തിനെ അവർ ഇതിപ്പോൾ ഒരു കുറച്ചുകൂടി നമ്മൾ ഒരു ഇമ്മെച്യൂർ എന്ന് പറയാം. ഓക്കെ, വാക്കതാണ്. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലവ് ആണെങ്കിൽ അവർ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് ചിന്തിക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, മെച്യൂർഡായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെ കാണുന്നുണ്ട്. അതിനുള്ളൊരു ശ്രമം ഉണ്ടാവും, അവരുടെ ഭാഗത്തുനിന്ന് ഒരു മാറ്റം ഉണ്ടാവും. ഈ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരും എന്നാണ് എനിക്ക് കാണുന്നത്. എൻ്റെ ഇവിടെ 9 of Cups ഉണ്ട്. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യും, നിങ്ങൾക്കൊരു സന്തോഷം വരുന്ന പോലെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടി നമ്മൾ പറയില്ല ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്, നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്ന പോലെ. അപ്പോൾ പേഴ്സൺ ഒരു മെച്യൂർഡായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി സിറ്റുവേഷൻ ബെറ്റർ ആക്കാനൊക്കെ ഒരു ശ്രമിക്കുന്ന പോലെ. ബട്ട് ഇവിടെ യെസ് ജഗ്ലിംഗ് ഉണ്ട് വീണ്ടും. ഓക്കെ, 2 എനർജി ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു കൺഫ്യൂഷൻ്റെ എനർജി ഉണ്ട് ലേശം, അതായത് തീരുമാനം എടുക്കാനും ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതും കുറച്ച് ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെയും ഒക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്.
ബട്ട് ഓവറോൾ എനിക്ക് പേഴ്സൻ്റെ ഭാഗത്തുനിന്നൊരു കമ്മിറ്റ്മെൻറ്റ് ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞു വരിക, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞു വരിക. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. സോ ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് വരും എന്നാണ്. ഓക്കെ, ഇവിടെ പേഴ്സൺ തിരിച്ച് ഇപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേഷനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിനെ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്ന പോലെ പേഴ്സൺ ഒരു ഈ ഒരു കൺഫ്യൂഷനൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കുറച്ചുകൂടി ഒന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന പോലെയും കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ ഇതിൻ്റെ നോടി ലെറ്റ്സ് ഫൈനൽ നമുക്കൊരു നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ജൂലൈ ആണ്. ഓക്കെ, ജൂലൈ ഓഗസ്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് മാറ്റമാണ് കാണുന്നത് നോക്കാം. എന്ത് മാറ്റമായിരിക്കും? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, ടെമ്പറൻസ്. ഇവിടെ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ മാറ്റം നിങ്ങളുടെ ഭാഗത്താണ്. ഓക്കെ, നിങ്ങളുടെ ചേഞ്ചാണ് കാണുന്നത്. ഇതിവിടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ചേഞ്ച് എന്നല്ല, നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ കുറെ കൂടി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പോലെ. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ നോക്കുക, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് കെയർ ചെയ്യുക, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫൈനാൻസസ്, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി ഉണ്ട് എനിക്ക്. ടെമ്പറൻസ് പറയുമ്പോൾ നമ്മൾ ബാലൻസിൽ കൊണ്ടുപോകുന്ന പോലെയാണ്. ഓക്കെ, അതായത് നിങ്ങളെ തന്നെ ബാലൻസിൽ വെക്കുകയാണ്. ഓക്കെ, അല്ലാതെ ഈ റിലേഷൻഷിപ്പിലേക്ക് ഐ തിങ്ക് നിങ്ങളുടെ ചിന്തകൾ കുറേ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റും. ഓക്കെ, നിങ്ങൾ അവിടെ അവരെന്താ ചെയ്യുന്നത്, അവരെന്താ ചിന്തിക്കുന്നതെന്ന് ഐ തിങ്ക് നിങ്ങൾ ആ ഒരു ഇതിൽ നിന്നൊന്നും നിങ്ങൾ എനർജിയിൽ നിന്നൊന്നും മാറും. നിങ്ങൾ നിങ്ങളിലേക്ക് തിരിയുന്ന പോലെയാണ്. ഏസ് ഓഫ് കപ്സ് നിങ്ങൾക്ക് തന്നെ കെയർ കൊടുക്കുന്ന പോലെയാണ്. നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹമൊക്കെ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ബട്ട് ഇവിടെ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങൾ തന്നെ അവനവൻ്റെ കാര്യങ്ങൾ, എൻ്റെ ലൈഫ് ബെറ്റർ ആക്കട്ടെ, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെയാണ്. എന്നെ തന്നെ കെയർ ചെയ്യുക, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഫൈനാൻസസ്, കാര്യങ്ങൾ, വീട്, ഫാമിലി എല്ലാം ഞാൻ ഒന്ന് അതൊക്കെ കെയർ ചെയ്യട്ടെ എന്നൊരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്ന പോലെയാണ്. ആൻഡ് ഇത് 10 of Wands എനർജി എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾ ആ ഒരു ഭാരം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ഭാരം നിങ്ങൾ ഇനി കൊണ്ട് നടക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും അതിനൊന്ന് ലെറ്റ് ഗോ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ അവനവനെ ചൂസ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, യെസ്, മിസ്സിങ് ഉണ്ടാവും, നിങ്ങൾക്കും മിസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്കും വിഷമം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ തൽക്കാലം ഇതിനെപ്പറ്റി ഞാൻ ഈ ഒരു ബന്ധത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ കയ്യിൽ മാത്രമല്ലല്ലോ, അവർക്ക് കൂടി ചെയ്യണ്ടല്ലോ, അവർ ചെയ്യേണ്ടത് ചെയ്യട്ടെ എന്ന രീതിയിൽ കുറച്ചൊക്കെ നിങ്ങൾ അവനവനിലേക്ക് തിരിയുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. ഓക്കെ, കുറേ നിങ്ങൾ ആക്ച്വലി വേണ്ടതും ഇതാണ്. അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുത്തോളൂ. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, ഓക്കെ, പേഴ്സൺ എന്ത് ചെയ്യുന്നു, അവരിങ്ങനെ ഇനി എന്താണ് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുമോ, മെസ്സേജ് ചെയ്യുമോ, എന്നെ വിട്ടുപോയോ, വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ ചിന്തിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ അവനവനെ കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, എൻ്റെ ലൈഫ് ഞാൻ ബെറ്റർ ആക്കട്ടെ, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ഞാൻ സമാധാനമായിട്ടിരിക്കട്ടെ, ഹാപ്പി പോട്ടെ. ഓക്കെ, അങ്ങനെ ചിന്തിച്ച് ഐ തിങ്ക് നിങ്ങൾ ആ ഒരു ഭാരം ഒന്ന് വിട്ട് കളയുന്ന പോലെയാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ കരുതും തട്ടിനി എനിക്കിതിൻ്റെ ഭാരം കൂടുതൽ ചുമക്കാൻ വയ്യ, ചിന്തിക്കാൻ വയ്യ. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് എനിക്ക്, അല്ലെങ്കിൽ അവനവനെ ആ കെയർ കൊടുക്കാം. ഓക്കെ, അതാണ് നിങ്ങൾ ഇനി എന്ന് വെച്ചാൽ ബന്ധം അവസാനിക്കുന്നു എന്നല്ല, പക്ഷെ ആ പേഴ്സണിന് സ്പേസ് കൊടുക്കുകയാണ്. ഓക്കെ, പേഴ്സണിന് സ്പേസ് കൊടുക്കുക, അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ച് അഡ്വൈസ് കാർഡ്സ് കൂടി എടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ വരുന്നത് നോക്കാം. ഫെമിനൈൻ എനർജി, യെസ്. ഓക്കെ, ഡിസ്റ്റൻസ്, ടൈം ഔട്ട്, കർമ്മ, ബാലൻസ്, ഓട്ടം കാണുന്നുണ്ട്, തോട്ട്സ്, ഫീലിംഗ് ട്രാപ്ഡ്, ഇന്നർ ചൈൽഡ്. യെസ്, ഇന്നർ ചൈൽഡ് നിങ്ങൾ ഹീൽ ചെയ്യും. ഓക്കെ, ഇവിടെ കാർഡ് ഞാനിവിടെ കണ്ടോന്നറിയില്ല, മറക്കേണ്ടി വരും. ഇവിടെ റീയൂണിയൻ്റെ കാർഡ് ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യുക നിങ്ങളിപ്പോൾ. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് നിങ്ങൾ ഹീൽ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് വൂൺസ് വരുന്നത്, നിങ്ങൾക്ക് പേഴ്സൺ നിങ്ങളെ വിട്ടുപോകും എന്നുള്ള പേടിയാണോ, നിങ്ങളെ ആരും കെയർ ചെയ്യുന്നില്ല എന്നുള്ള പേടിയാണോ, നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഓക്കെ, ഒരു ഡിപ്പെൻഡൻസി വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സണിനോട്. ഡിപ്പെൻഡൻ്റ് ആവാതെ നിങ്ങൾ സ്വയം ഹാപ്പി ആയിട്ടിരിക്കുക, സെൽഫ് ലവിലിരിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീൽ ആവുമ്പോൾ ഇവിടെ റീയൂണിയൻ വരും എന്നും കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഐ തിങ്ക് ഓൾറെഡി നമ്മൾ 88 പോർട്ടലിനെ ഞാൻ പറഞ്ഞിരുന്നു, ആ സമയത്തേക്ക് നിങ്ങൾ തമ്മിൽ റീയൂണിയൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ സെൽഫ് ലവിലിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഫീലിങ്സ് നിങ്ങളൊന്ന് മാറ്റിയെടുക്കുക. വൂണ്ടിങ്, കോപ്പിംഗ് മെക്കാനിസം, ലേൺഡ് ബിഹേവിയർ. നിങ്ങൾ അവനവനെ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണിനോട് ഇത്രത്തോളം ഇങ്ങനെ പുറകെ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവരില്ലാതെ എന്തിനാണ് നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കുന്നത്, എല്ലാം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ, കുറേ കാര്യങ്ങളൊന്ന് മാറ്റിയെടുക്കാം.
ഫെമിനൈൻ എനർജി പറയുന്നുണ്ട് നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്. ഓക്കെ, ഞാൻ ഐ തിങ്ക് നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്, നിങ്ങൾക്ക് അറിയാം എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ഫെമിനൈൻ ആവണമെന്നില്ല, ജെൻസ് ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ശരിക്കും പല കാര്യങ്ങളും, നിങ്ങൾ ഇമോഷണൽ ആൾക്കാരാണ്, നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആണ്, യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്, നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഇവിടെ കുറച്ച് സമയം ഒരു ഗ്യാപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പക്ഷേ ബ്രേക്കപ്പ് അല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലൊരു തൽക്കാലം ഒന്ന്, ഇപ്പം സപ്പോസ് ബ്രേക്കപ്പ് ആണ്, നിങ്ങൾ ബ്ലോക്ക് ചെയ്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിന്നീട് മാറും കേട്ടോ. ഓക്കെ, അത് മാറ്റം വരും, പേടിക്കേണ്ട. ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ചെറിയൊരു ടൈം ഔട്ട് എന്നുള്ളൊരു എനർജി ആയിട്ട് എടുക്കാം. എനിക്ക് ഒരല്പം അകൽച്ച ഇപ്പം നല്ലതാണ്, കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുന്നത് നല്ലതാണ്, നിങ്ങളിലേക്ക് തിരിയൂ നിങ്ങൾ. ഓക്കെ, കർമ്മ ബാലൻസ്. ഓക്കെ, ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്, ചിലത് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ് നമ്മൾ പറയില്ലേ, ഇത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മയൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ അതായത് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങൾ സോ ഇവിടെ ആ ഒരു കർമ്മ ബാലൻസ് വരേണ്ട ഒരു സമയമാണ്. ആൻഡ് ഓട്ടം ടൈമിംഗ് കാർഡ് കിട്ടുന്നുണ്ട്. ഓട്ടം നമുക്കിപ്പോൾ ഇവിടെ അറൗണ്ട് ഒക്ടോബർ എന്നെടുക്കാം. സോ ഒരു ഒക്ടോബർ മാസത്തേക്ക് ഐ തിങ്ക് കുറേ കൂടി നിങ്ങൾക്കൊരു ഗ്രോത്ത് കാണും. ഓക്കെ, നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണും. സെപ്റ്റംബർ ആ ഒരു ഒക്ടോബർ എനർജിയാണിത്. ആ സമയത്തേക്ക് നിങ്ങൾക്ക് കുറേ കൂടി ചേഞ്ചസ് കാണാൻ തുടങ്ങും. ഫീലിംഗ് ട്രാപ്ഡ്, നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരുപാട് ഓവർ തിങ്കിങ് പോവാതിരിക്കുക. ചിന്തിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, കുറേയൊക്കെ നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക, ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കലി ശരിയാവും. ഓക്കെ, നിങ്ങൾ സമയം കൊടുക്കുന്നുണ്ട്, എനർജി നിങ്ങളെക്കുറിച്ച് തന്നെ നോക്കാം, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തു പോകണു. ഓക്കെ, സെൽഫ് ലവിലിരിക്കും നിങ്ങൾ, അത്രേ പറയാനുള്ളൂ. ഓക്കെ, ആൻഡ് താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ നമുക്ക് പരസ്പരം പറയാനുള്ള സമയം കിട്ടും. ഓക്കെ, നല്ല ഹെൽപ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.